ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാന്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു നോട്ടമെങ്കിലും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളേവരും? ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മാസമായ ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. 27/4/2026 തിങ്കളാഴ്ചയാണ് മോഹിനി ഏകാദശി വരുന്നത്. വ്രതങ്ങളിൽ ഏറെ പുണ്യമുള്ളതാണ് ഏകാദശി വ്രതമെങ്കിലും വൈശാഖ മാസത്തിലെ ഏകാദശി എടുക്കുന്ന ഏതൊരാളുടെയും പാപങ്ങളെല്ലാം അകന്ന് ഭഗവത് അനുഗ്രഹം ലഭിക്കുന്നു. പാലാഴി കടഞ്ഞ വേളയിൽ അസുരന്മാരെ മോഹിപ്പിച്ച് അമൃത വീണ്ടെടുക്കുവാനായി ഭഗവാൻ മഹാവിഷ്ണു മോഹിനി അവതാരമെടുത്തതും ഈ ദിവസമാണ്. ചഞ്ചലമാകുന്ന മനുഷ്യ മനസ്സ് മോഹത്താൽ നിറയുമ്പോൾ അവിടെ അമൃതം നിറയ്ക്കാൻ ഭഗവാൻ നമ്മെ ഏകാദശി വ്രതത്തിലൂടെ വഴികാട്ടും. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ അമൃതാകുന്ന ഭഗവാൻ നിറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭഗവത് പാദസ്മരണയോടുകൂടി നമ്മൾ ഭഗവാനെ മനസ്സിൽ നിറയ്ക്കുമ്പോൾ അവിടെ അശുദ്ധികളെല്ലാം അകന്ന് മനസ്സ് നിർമ്മലമാകുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനിൽ നിന്നും സീതയെ വീണ്ടെടുത്ത് അയോധ്യയിലെത്തി രാജ്യഭരണം ഏറ്റെടുക്കുകയും സീതാദേവിയിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുമായ അവസ്ഥയിൽ ഭഗവാന് വസിഷ്ഠമുനി പറഞ്ഞു കൊടുത്ത കഥയാണ് വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശിയുടെ മാഹാത്മ്യം. ആ കഥ ഇങ്ങനെയാണ്. ഭക്തനും ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപരനുമായ ധർമ്മപാലൻ എന്ന രാജാവിന് ദുഷ്കർമ്മങ്ങളിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു. ജനങ്ങൾക്കും രാജ്യത്തിനും തന്നെ ഭീഷണിയായ ആ മകനെ രാജാവ് കാട്ടിലേക്ക് നാടുകടത്തി. മൃഗങ്ങളെ വേട്ടയാടി അവൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വൈശാഖ മാസത്തിൽ കഴിഞ്ഞ ജന്മങ്ങൾ 2 വഴിയാത്രക്കാരായ ആൾക്കാർക്ക് ജലാശയം കാട്ടിക്കൊടുത്ത് ദാഹമകറ്റി എന്ന ഒറ്റ പുണ്യത്താൽ അദ്ദേഹത്തിന് കൗടില്യൻ എന്ന മഹർഷിയെ കാണാൻ സാധിച്ചു. മഹർഷിയുടെ ഉപദേശപ്രകാരം വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ച അദ്ദേഹത്തിന് മോക്ഷം നേടി ഭഗവത് പദം പോകാൻ സാധിച്ചു. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ പുണ്യങ്ങൾക്ക് പോലും ഏറെ പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ പ്രധാനപ്പെട്ട ലീലകൾ നടന്ന ഒരു പുണ്യമാസമാണ് വൈശാഖ മാസം. ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് വൈശാഖ മാസം വരുന്നത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ തലേ ദിവസമായ 26/4/2026 അതായത് നാളെ ദശമിയുടെ അന്നു മുതൽ വ്രതം അനുഷ്ഠിക്കുക. പുലർച്ചെ ഉണർന്ന് കുളിച്ച് ഭഗവാന് മുൻപിൽ ദീപം തെളിച്ച് പറ്റുമെങ്കിൽ നെയ്വിളക്ക് തെളിയിച്ച് ഒരിക്കൽ ഉണ്ട് പിറ്റേന്ന് ഏകാദശിക്ക് പുലർച്ചെ ഉണർന്ന് ഭഗവാന് മുൻപിൽ ദീപം തെളിയിച്ച് ക്ഷേത്ര ദർശനത്തിനു ശേഷം നവധാന്യങ്ങൾ ഉപേക്ഷിച്ച് പാലും പഴവർഗ്ഗങ്ങളും കഴിച്ച് അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതമെടുക്കാം. നിർജ്ജലമായി ഏകാദശി എടുക്കുന്നവരും വെള്ളം മാത്രം കുടിച്ച് ഏകാദശി എടുക്കുന്നവരും പഴങ്ങളും പച്ചക്കറികളും മണ്ണിനടിയിലുണ്ടാകുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള പുഴുക്ക് കഴിച്ച് വ്രതമെടുക്കുന്നവരും ഉണ്ട്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ദിവ്യപ്രണയ കഥ വ്യക്തമാക്കുന്ന 18 പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ നവധാന്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഏകാദശിയാണ് എടുക്കേണ്ടതെന്ന് പരാമർശിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ചാമ അരി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാം. നാമജപത്തോടെ ഭഗവത് പാദ സ്മരണയോടെ വേണം ഏകാദശി അനുഷ്ഠിക്കാൻ. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തര നാമാവലി എന്നിങ്ങനെ ഭഗവത് നാമം എന്തും ചൊല്ലാവുന്നതാണ്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം സന്ധ്യയ്ക്ക് മുൻപേ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുവാനും വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങായ പാരണ ചെയ്യുമ്പോൾ ജലത്തിൽ തുളസിയിട്ട് സേവിച്ച് വ്രതം അവസാനിപ്പിക്കുവാൻ ആവശ്യമായ തുളസി നേരത്തെ തന്നെ പറിച്ചു വയ്ക്കണം. ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമിയിൽ ഒരിക്കലൂണും ഏകാദശിയിൽ ഉപവാസവും. ഉപവാസം എന്നാൽ ഭഗവാനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്, അല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്.
ജീവിതശൈലി രോഗങ്ങളുള്ളവർ പഴങ്ങളും പച്ചക്കറികളും പാലുമൊക്കെ കുടിച്ച് വ്രതമെടുക്കാൻ ശ്രദ്ധിക്കുക. മോഹിനി ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് 27/4/2026 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:15 മുതൽ 28/4/2026 പുലർച്ചെ 12:20 വരെയാണ്. ഹരിവാസര സമയമെന്നാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായി അനുഭവപ്പെടുന്ന സമയമാണ്. പാരണാസമയം വരുന്നത് 28/4/2026 ചൊവ്വാഴ്ച രാവിലെ 6:08 മുതൽ 10:16 വരെയാണ്. സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഏകാദശി എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഭഗവത് പാദസ്മരണയോടുകൂടി ഭഗവത് നാമം ചൊല്ലി ഏകാദശി എടുക്കാൻ സാധിക്കും. വിളക്കു കത്തിക്കുക, ക്ഷേത്രത്തിൽ പോകുക പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. ഏകാദശി എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ഭഗവാനോട് ക്ഷമ ചോദിച്ച് നമുക്ക് പാരണാ മന്ത്രമായ ഫോക്ഷേഹും പുണ്ടരീകാക്ഷം ശരണം മേ ഭവാച്യുത, അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യാൻ പോകുന്നു, അങ്ങെനിക്ക് ശരണമായി ഭവിക്കണേ അച്യുത എന്ന പ്രാർത്ഥനയോടുകൂടി വേണം പാരണ ചെയ്യുവാൻ. ഭഗവത് ചിന്തയോടെ ഏകാഗ്രമായ മനസ്സോടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഏകാദശി എടുക്കുന്ന ഏതൊരാൾക്കും ഭഗവത് കരുണ ലഭിക്കുന്നതോടൊപ്പം മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു. ഏവർക്കും മോഹിനി ഏകാദശി ആശംസകൾ. രാധേശ്യാം.